Hi everyone. In this video, we are going to discuss some of the important university questions asked in Module 4. അപ്പം അതിൽ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അതായത് എക്സ്പ്ലെയിൻ ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് വിത്ത് ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ ആൻഡ് ഡിഫറൻഷിയേറ്റ് ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് വിത്ത് ഹെൽപ്പ് ഓഫ് എക്സാമ്പിൾ. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് ആദ്യം അതിന് മുന്നേ വി നീഡ് ടു നോ വാട്ട് ഈസ് എ ക്ലാസ് ആൻഡ് വാട്ട് ഈസ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞു ക്ലാസ്സും ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ വരുന്നതാണ് ഈ ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് എന്ന് പറഞ്ഞ ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് എടുക്കുന്നത്, ഇപ്പം സപ്പോസ് വി ഹാവ് എ ക്ലാസ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാണ്. ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കെച്ച് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ഓഫ് എ ഹൗസ്, നമ്മളൊരു വീട്. It contains all the details about the floors, doors, windows, etc. Based on these descriptions, we build the house. House is the object. As many houses can be made from the same description, we can create many objects from a class. അതായത് നമുക്കൊരു പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാവും. ആ ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ആ ഒരു സ്കെച്ച് വെച്ചിട്ടാണ് നമ്മൾ ഹൗസ് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, ആ സ്കെച്ചിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഈ ഒരു റൂമിൽ എത്ര ഫ്ലോർസ് വേണം, എത്ര ഫ്ലോർ, 2 ഫ്ലോറുള്ള വീടാണോ എന്നിട്ട് ഒരു റൂമിൻ്റെ അകത്ത് എത്ര വിൻഡോസ് വേണം. അപ്പോൾ അങ്ങനത്തെ ഒരു സ്കെച്ച് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നമുക്കൊരു വീട് ഉണ്ടാക്കാം. ഓക്കെ, അങ്ങനെ ഹൗസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കെച്ച് നമുക്കൊരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആ ഒരു ഹൗസിൻ്റെ ഒരു സ്കെച്ചാണ് അല്ലെങ്കിൽ ഒരു ബ്ലൂ പ്രിൻ്റാണ്. ഓക്കെ, ആ ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സ്കെച്ച് വെച്ചിട്ട് നമുക്കൊരു ഹൗസ് ബിൽഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മുടെ ഹൗസ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റാണ്. സോ അതാണ് ക്ലാസ്സും ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. കാരണം ആ ഒരു സ്കെച്ച് വെച്ച് ആ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് നമുക്ക് മെനി ഹൗസസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം ഇറ്റ്, റൈറ്റ്? അതുകൊണ്ട് നമുക്ക് പറയാം, അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് മെനി ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്ലാസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ്. ഓക്കെ, ഫ്രൂട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സാണ്. ഞാൻ അതിൽ ഒരു ഒബ്ജക്റ്റാണ് മാംഗോ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാം മാംഗോ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് ഫ്രൂട്ട്. പക്ഷേ എനിക്ക് മാംഗോ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് വെജിറ്റബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ വേറൊരു കാറ്റഗറിയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രോട്ടോടൈപ്പ് തന്നു കഴിഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അത് മാത്രമേ അതിൻ്റെ ഒബ്ജക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് പറയാം? സിമിലർ ബിഹേവിയർ കാണിക്കുന്നവരെല്ലാം നമുക്ക് ഒറ്റ ക്ലാസ്സിൻ്റെ അകത്ത് കൊണ്ടിടാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എനിക്ക് പറയാം ഓറഞ്ച് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ഫ്രൂട്ട്, ബട്ട് ബ്രിഞ്ചാൾ ഇസ് നോട്ട് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ഫ്രൂട്ട്. ഓക്കെ, എനിക്ക് പറയാം ഇറ്റ് ഈസ് എ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് വെജിറ്റബിൾ. സോ ഇതാണ് ക്ലാസ്സും ഒബ്ജക്റ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം, അതിൻ്റെ ഡെഫിനേഷൻ നോക്കാം. സോ ഫസ്റ്റ് വൺ ഇസ് ഇൻട്രൊഡക്ഷൻ ടു ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ്. So classes are the most important feature of C++ that leads to object-oriented programming. A class is a blueprint for the object. ഒരു ക്ലാസ് എന്ന് വെച്ചാൽ നമുക്കൊരു ഹൗസിൻ്റെ സ്കെച്ചാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ഡീറ്റെയിൽസ് അബൌട്ട് ദ ഫ്ലോർസ്, ഡോർസ്, വിൻഡോസ് എക്സെട്ര. ബേസ്ഡ് ഓൺ ദീസ് ഡിസ്ക്രിപ്ഷൻസ് വി ബിൽഡ് ദ ഹൗസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രൂട്ടിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഫ്രൂട്ടിൻ്റെ കുറേ പ്രോപ്പർട്ടീസ് അടങ്ങിയതായിരിക്കും ഒരു ഒബ്ജക്റ്റ്. ഓക്കെ, ഇപ്പം മാംഗോ എന്ന് പറയുമ്പോൾ അതൊരു ജ്യൂസിയാണ്. അപ്പം അതൊക്കെ ഒരു ഫ്രൂട്ട് കാറ്റഗറിയിൽ വരും. അപ്പോൾ എനിക്ക് അങ്ങനെ എന്ത് ചെയ്യാം? ഒരു സ്കെച്ച് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് അനുസരിച്ച് എനിക്ക് അതിൻ്റെ അകത്ത് കുറേ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ മെനി ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്യാം. കാരണം മാംഗോ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ഫ്രൂട്ട്, അതേപോലെ ഓറഞ്ച് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ഫ്രൂട്ട്. അങ്ങനെ മെനി ഒബ്ജക്ട്സ് വി ക്യാൻ ക്രിയേറ്റ് ഫ്രം എ ക്ലാസ്. ഓക്കെ, സോ എനിക്ക് ക്ലാസ്, അതാണ് ഞാൻ റിയൽ ലൈഫായിട്ട് പറയുന്നത്. ശരിക്കും ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിംഗ് ലെവലിലോട്ട് പോകുമ്പോൾ നമുക്ക് പറയാം ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പ് വിച്ച് ഹോൾഡ്സ് ഇറ്റ്സ് ഓൺ ഡേറ്റ മെമ്പേഴ്സ് ആൻഡ് മെമ്പർ ഫങ്ഷൻസ് വിച്ച് ക്യാൻ ബി accessed and used by creating an instance of the objects of that class. അപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ
ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂസർ ഡിഫൈൻ ഡേറ്റ ടൈപ്പ് ആയിരിക്കും. ആ ക്ലാസ്സിന് അതിൻ്റേതായിട്ടുള്ള ഡേറ്റ മെമ്പേഴ്സും കാണും, ഫങ്ഷൻസും കാണും. അതായത് ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ലാസ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൻ്റെ അകത്ത് ഡേറ്റ മെമ്പേഴ്സായ ആ കുട്ടിയുടെ ID ഉണ്ടാവാം, നെയിം ഉണ്ടാവാം, അഡ്രസ്സ് ഉണ്ടാവാം. പിന്നെ മെമ്പർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെമ്പർ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റ മെമ്പേഴ്സിൽ നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ അതാണ് മെമ്പർ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. Class is a user-defined data type which holds its own data members and member functions which can be accessed and used by creating an instance or the object of that class. ഇനി എന്താണ് ഡേറ്റ മെമ്പേഴ്സ് എന്ന് പറയുന്നത്? ഡേറ്റ മെമ്പേഴ്സ് അത് ഡേറ്റ വേരിയബിൾസ്. നമ്മൾ പ്രോഗ്രാമിൽ കൊടുക്കുന്ന ഓരോ ഡേറ്റ വേരിയബിൾസ് നമ്മൾ ഏരിയ ഓഫ് എ സ്ക്വയർ ആണ് ഇപ്പോൾ കണ്ടുപിടിക്കുകയെങ്കിൽ അതിൻ്റെ ഡേറ്റ വേരിയബിൾ എന്ന് പറഞ്ഞാൽ സൈഡ് ആയിരിക്കും. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ എനിക്ക് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോൺ ആസ് എ മെമ്പർ ഫംഗ്ഷൻ. ഓക്കെ, and the member functions, so data members are the data variables and member functions are the functions used to manipulate these variables, and together these data members and member functions defines the properties and behavior of the objects in a class. ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡേറ്റ മെമ്പേഴ്സ് എന്നും പറയുന്നത്. ആൻഡ് ബിഹേവിയർ ആണ് നമ്മൾ എന്ത് പറയുന്നത്? മെമ്പർ ഫങ്ഷൻ എന്നും പറയുന്നത്. ഓക്കെ, ഇതാണ് ക്ലാസ്. എന്താ നമ്മളിവിടെ പഠിച്ചു? ഡേറ്റ മെമ്പേഴ്സ് എന്താണെന്ന് പഠിച്ചു, മെമ്പർ ഫങ്ഷൻസ് എന്താണെന്ന് കണ്ടു. ഇനി അടുത്ത ഒബ്ജക്റ്റ് എന്താണ്? ആൻ ഒബ്ജക്റ്റ് ഈസ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. അതായത് ഒരു ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്ലാസ്സിൻ്റെ ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷനും ആക്സസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ്. ആ ഒരു ഇൻസ്റ്റൻസിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സിൻടാക്സ് ഉണ്ട്. ഒരു ക്ലാസ്സും ഒബ്ജക്ട്സും ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യാനും ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാനുള്ള സിൻടാക്സ് ഉണ്ട്. ക്ലാസ് നോർമലി ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, നമ്മൾ ക്ലാസ് എന്ന് കൊടുക്കും. ക്ലാസ് എന്ന് കീവേഡാണ്. ഇനി ക്ലാസ്സിൻ്റെ പേര്, നമ്മൾ എന്ത് ക്ലാസ് പേരാണ് ഇവിടെ കൊടുക്കുന്നത് അതാണ് ഇവിടെ ക്ലാസ്സിൻ്റെ പേര്. അതാണ് നമ്മളിവിടെ ക്ലാസ്സിൻ്റെ പേര് കൊടുക്കും. അത് യൂസർ ഡിഫൈൻ നെയിമാണ്. പിന്നെ ഒരു ആക്സസ് സ്പെസിഫയർ കൊടുക്കും. എന്താണെന്നുള്ളത് നമ്മൾ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പം മനസ്സിലാക്കാം ആക്സസ് സ്പെസിഫയർ. ഓക്കെ, കാരണം എൻ്റെ കയ്യിൽ കുറച്ച് വേരിയബിൾസും കാണും, ഫങ്ഷൻസും കാണും. അത് ആ ഒരു ക്ലാസ്സിൻ്റെ പുറത്തൊരു ക്ലാസ്സിലുള്ള മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യണമെങ്കിൽ ആക്സസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ അതിനെ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് വെക്കാം. അങ്ങനെ കുറച്ച് ആക്സസ് സ്പെസിഫയേഴ്സ് ഉണ്ട്. പ്രൈവറ്റ് ഉണ്ട്, പബ്ലിക് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കാം. ഇതാണ് അതിൻ്റെ സിൻടാക്സ്. ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ഇതാണ്. നമ്മൾ ഇതുവരെ നമ്മൾ C++ പ്രോഗ്രാമൊക്കെ എഴുതിയിട്ടുള്ള എങ്ങനെയാണ്? വിത്തൗട്ട് യൂസിങ് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ്. പക്ഷേ ഇനി നമ്മൾ ഈ ഒരു മോഡ്യൂളിൽ യൂസ് ചെയ്യുന്നത് യൂസിങ് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്റ്റാണ്. സോ ആക്സസ് സ്പെസിഫയർ കൊടുക്കും. ദെൻ നമ്മുടെ ഡേറ്റ മെമ്പേഴ്സും മെമ്പർ ഫങ്ഷനും. ഡേറ്റ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ ദ വേരിയബിൾസ് ടു ബി യൂസ്ഡ് ആണ്. മെമ്പർ ഫങ്ഷൻസ് എന്ന് വെച്ചാൽ മെത്തേഡ്സ് ടു ആക്സസ് ഓർ ദ ഫങ്ഷൻസ് ടു ആക്സസ് ദ ഡേറ്റ മെമ്പേഴ്സ്. അതിനുശേഷം ഒരു ക്ലാസ് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുക, ഇവിടെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദ ക്ലാസ് നെയിം എൻഡ്സ് വിത്ത് എ സെമിക്കോളൻ കൊടുത്താലേ നമുക്ക് ക്ലാസ് നെയിം ഇവിടെ വെച്ച് എന്താണെന്ന് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്ലാസ്സും ഇങ്ങനെയാണ് ഒരു ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒബ്ജക്ട്സിനെ എനിക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം? ഒബ്ജക്ട്സിനെ ഡിക്ലെയർ ചെയ്യാൻ ഈസിയാണ്. എങ്ങനെയാണ്? ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ക്ലാസ് മാത്രം ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റിൻ്റെ എന്താണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ മാത്രം നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതായത് ഒരു മെമ്മറിയോ സ്റ്റോറേജോ അതിന് അലോക്കേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ആ ഒരു ഈ പറയുന്ന ഡേറ്റ മെമ്പേഴ്സിനെ മെമ്പർ ഫങ്ഷനെല്ലാം ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിൻടാക്സ് ഇങ്ങനെയാണ്. നമ്മുടെ ക്ലാസ് നെയിം, ഇവിടെ നമ്മൾ ഒരു ക്ലാസ് നെയിം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഏത് ക്ലാസ്സാണോ ആ ക്ലാസ്സിൻ്റെ പേര്, ദെൻ ഒബ്ജക്റ്റ് നെയിം, സെമിക്കോളൻ ഇങ്ങനെ കൊടുത്താൽ ഒരു ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ആവുള്ളൂ. അതായത് ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവത്തുള്ളൂ. ഇപ്പം മാംഗോ എന്ന് പറഞ്ഞ മാംഗോ
ഫ്രൂട്ട് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്തുള്ള ഫ്രൂട്ട് എന്ന് പറഞ്ഞ ഒരു ക്ലാസ്സിൻ്റെ അകത്തുള്ള ഒരു ഒബ്ജക്റ്റാണ് മാംഗോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എനിക്ക് പറയാം മാംഗോ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ്. മാംഗോ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ക്ലാസ് ഫ്രൂട്ട് എന്ന് പറയാം. ക്ലാസ് ഫ്രൂട്ട് എന്ന് പറയാം. അപ്പോൾ ഞാൻ അതിനെ ഞാൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? അതിന് ഞാൻ എങ്ങനെ ഡിക്ലെയർ ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാസ് നെയിം ഇവിടെ എന്താണ്? ഫ്രൂട്ടാണ്. ഒബ്ജക്റ്റ് നെയിം എന്താണ്? നമ്മുടെ മാംഗോ. ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ക്ലാസ് നെയിം, ദെൻ ഒബ്ജക്റ്റിൻ്റെ പേര്, ദെൻ സെമിക്കോളൻ. അപ്പോൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന മെമ്പേഴ്സിനെയും മെമ്പർ ഫങ്ഷൻസിനും ആക്സസ് ചെയ്യാൻ പറ്റുമോ? ചുമ്മാ ഡിക്ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവരെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ മെമ്പേഴ്സിനെ മെമ്പർ ഫങ്ഷനെ നമ്മൾ ആക്സസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു യൂസ് ദ ഡോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതണം. ആദ്യം ഒബ്ജക്റ്റും ക്ലാസ് എന്താണ്, മെമ്പർ ഫങ്ഷനും ഡേറ്റ മെമ്പേഴ്സും എന്താണ്, പിന്നെ എങ്ങനെയാണ് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത്, പിന്നെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്താൽ മാത്രം, ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്താൽ മാത്രം നമുക്ക് ഡേറ്റ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. പക്ഷേ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്താൽ മാത്രം നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഡോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് വേണം നമ്മൾ ആ ഒരു മെമ്പേഴ്സിനെ മെമ്പർ ഫങ്ഷൻസിനെ ആക്സസ് ചെയ്യുന്നത്. അതായത് ഇപ്പം യൂസ് ചെയ്യുന്ന ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞൊരു മെമ്പർ ഫങ്ഷൻ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നിന്ന് യൂസ് ചെയ്യുന്നു. അതിൻ്റെ എനിക്ക് ഒബ്ജക്റ്റ് ഞാൻ OBJ എന്നാണ് യൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെ കൊടുക്കണം എന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഒരു മെത്തേഡിനെ ആക്സസ് ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഗീവ് ദ ഒബ്ജക്റ്റ് നെയിം. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. എങ്ങനെയാണ് എൻ്റെ സിൻടാക്സ് എന്താണ്? ഒബ്ജക്റ്റ്. എൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്. ഒബ്ജക്റ്റ് നെയിം ഡോട്ട് എന്താണ്? മെമ്പർ ഫങ്ഷൻ. നമ്മൾ ഏത് മെമ്പർ ഫങ്ഷനാണ് അവിടെ യൂസ് ചെയ്യുന്ന ആ മെമ്പർ ഫങ്ഷൻ്റെ പേര്, എന്നാലേ നമുക്കതിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ സിൻടാക്സ്, ഒബ്ജക്റ്റ് നെയിം ഡോട്ട് മെമ്പർ ഫങ്ഷൻ. അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം വഴി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം.